ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മധുരൈ പോയതിൻ്റെ ഒരു സാധനങ്ങളെല്ലാം വാങ്ങിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാമെന്ന് വിചാരിച്ചു. മധുരൈ പോയിട്ട് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് നീറ്റ് ഒക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ അമ്പലം പോയി, മീനാക്ഷി ടെമ്പിൾ പോയി, പിന്നെ പിന്നെ അങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്തു. ഫുഡിൻ്റെ കുറേ എക്സ്പ്ലോർ ചെയ്തു. അത് വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. പിന്നെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു എന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരുന്നത് കുപ്പിവളകളാണ്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കുപ്പിവള കയ്യിലിടാൻ. ഒത്തിരി കളേഴ്സായിട്ടുള്ള കുപ്പിവളയാണ്. ഇതൊരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളതാണ്, കാണാനുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഇതാ ഗ്രീൻ വള, നല്ല രസമാണ്. ഇതിനെ പറയുന്ന പേര് റെയിൻ ഡ്രോപ്സ് കുപ്പിവള എന്നാണ്. റെയിൻ ഡ്രോപ്സ് എന്നാണ് പറയുന്നത്. ഇതാ വേറെ കളറ്, ഭയങ്കര വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒത്തിരി ഷെയ്ഡുകളുണ്ട്. കണ്ട എല്ലാം എടുക്കാൻ തോന്നും, അങ്ങനത്തെ തരത്തിലുള്ളതാണ് എല്ലാ ഷെയ്ഡുകളും. പക്ഷേ അതിൽ കുറച്ച് പെറുക്കി ഒരു 7 സെറ്റ് വാങ്ങിച്ചു. പിന്നെ മെറൂൺ കളർ ഇല്ലാണ്ട് നമുക്ക് കളികളില്ല, അതുകൊണ്ട് മെറൂൺ കളർ വാങ്ങിച്ചു. പിന്നെ ഇതാ ഈ കളറൊക്കെ എന്ത് രസമാണ്, അതൊന്നും എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ റെയിൻ ഡ്രോപ്സിന് കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ്. ഇതാ ഈ ഒരു ബ്ലൂ കളറ്, പിന്നെ ഒരു ആഷ് പോലത്തെ ഒരു കളർ, ഇതാ ഈ കളറുണ്ട്. ഈ മധുരയിൽ നിന്നല്ല, പൊതുവെ തമിഴ്നാട്ടുകളിൽ പോകുമ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര റേറ്റ് കൂട്ടിയിട്ടാണ് ആദ്യം പറയുക. ഞങ്ങൾ ഒരു കടയുടെ ഒരു ചേരി പോലത്തെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ആദ്യം പറഞ്ഞത് 120 രൂപയാണ് റെയിൻ ഡ്രോപ്സ് ഇങ്ങനത്തെ വളയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഉള്ളിലോട്ട് പോകുന്നതിനനുസരിച്ച് വില കുറയായിരുന്നു. അങ്ങനെ 85-നാണ് ഞങ്ങളിത് വാങ്ങിച്ചത്. ഒരു സെറ്റിന് 85. അങ്ങനെ ഇതിലും ചിലപ്പോൾ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ ബാർഗെയിൻ ചെയ്യാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ 85-ന് ഇത് വാങ്ങിച്ചത്. പിന്നെ വളകൾ വാങ്ങിച്ചു. പിന്നെ കുറേ മാലയുടെ ഭയങ്കര സെറ്റ് അങ്ങനത്തെ ഒക്കെ കുറേ ഉണ്ട്. കമ്മലുകളുണ്ട്, തുണികളുണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ അതിനൊന്നും നോക്കാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുപ്പിവള എന്തായാലും വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന പ്രസാദമാണ് ഇതാ അപ്പമുണ്ട്, പിന്നെ 2 അപ്പം, പിന്നെ നുറുക്ക്, പിന്നെ ഇതാ ലഡ്ഡും കൂടി കിട്ടും. അതിന് 80-90 ഉള്ളൂ. ഇത് 2 വീതമായിട്ട് അങ്ങനെ കിട്ടും. പിന്നെ അവിടുന്ന് പിന്നെ വാങ്ങിച്ചത് ഞങ്ങൾ ഫുഡ് കുറേ എക്സ്പ്ലോർ ചെയ്തു. അതിൻ്റെ വീഡിയോ വഴിയേ വരുന്നുണ്ട്. ഫുഡ് കുറേ എക്സ്പ്ലോർ ചെയ്തു. അതിൽ ഒന്നായിരുന്നു ഇത് ജിഗർദണ്ഡ. നല്ല ടേസ്റ്റ് ഉണ്ട്. പായസമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും ജിഗർദണ്ഡ പറഞ്ഞിട്ട്. ഇത് പായസം നല്ല തണുപ്പിച്ചിട്ട് അതിൽ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ഇതിൽ ചെയ്യണതാണ്. അവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ അവരത് ഐസ്ക്രീം അതിൻ്റെ മീതയ്ക്ക് വെച്ച് ഈ പായസത്തിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം വെച്ച് അങ്ങനെ നമുക്ക് തണുപ്പോട് കൂടി അങ്ങനെ കഴിക്കാം. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഐസ്ക്രീമും കൂടി ഇട്ടിട്ട് അടിച്ച് അപ്പോൾ കുറച്ചൊന്ന് അലിഞ്ഞ് ഇതാവും. അങ്ങനെയാണ് ഇത്. പക്ഷെ പായസമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് കുടിച്ചത് പരുത്തിപ്പാൽ എന്ന് പറയും. കോട്ടൺ സീഡിൻ്റെ വിത്തെടുത്ത് അതിൻ്റെ വേറെ എന്തൊക്കെ സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഒരു പാല്, അതെന്തൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത്. അത് ഈ ചുക്ക് കാപ്പിയൊക്കെ, ചുക്കിൻ്റെ ഒക്കെ ഒരു സ്വാദ്, കുരുമുളകിൻ്റെ സ്വാദ്, നല്ല ചൂടോട് കൂടിയിട്ട് ഒരു കട്ടിയായിട്ടുള്ളൊരു പാലെന്ന് പറയാൻ പറ്റില്ല ശരിക്ക്. പക്ഷെ കോട്ടൺ സീഡെന്ന് ഞങ്ങൾ കേട്ടപ്പോൾ ആദ്യം കയപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ട് ഒറ്റ ഗ്ലാസ്സേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ചുക്ക് കാപ്പി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അത് നല്ല സ്വാദ്, ശരീരത്തിന് നല്ല ഒരു മെഡിസിൻ പോലത്തെ അങ്ങനത്തെ ടൈപ്പാണ്. അവിടെ കുറേ ആൾക്കാർ നിന്ന് കുടിക്കുന്നുണ്ട്.
എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ചുക്ക് കാപ്പിയുടെ ഒക്കെ ഒരു ചുക്കിൻ്റെ ഒക്കെ ഒരു സ്വാദ്, അതിൻ്റെ കൂടെ ഈ കോട്ടൺ സീഡൊക്കെ ഇട്ടിട്ട് അവരെന്തൊക്കെയോ ചേർത്തിട്ട് ഇതാക്കണതാണ്. മെഡിസിനൽ ടൈപ്പാണെന്ന് തോന്നുന്നു, അത് കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നല്ല സ്വാദുണ്ട്, എനിക്ക് നല്ലോണം ഇഷ്ടമായി. അതങ്ങനെ ഒരു പൊതുവേ തമിഴ്നാട്ടിൽ ചൂടാണ്, പക്ഷെ ചൂടോടുകൂടി കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് അത് ചൂട് മാറ്റിയിട്ട് ഇങ്ങനെ ഇതാക്കി കുടിക്കാം. ഒരു സ്വാദുണ്ട്. ചുക്ക് കാപ്പിയൊക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളവർ, കാരണം അതിൽ അത് മാത്രമല്ല ഭയങ്കര ശരീരത്തിന് നല്ലതായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിന് കുടിക്കുമ്പോൾ നല്ലൊരു ഉന്മേഷവും നല്ല ടേസ്റ്റാണത്, അടിപൊളിയാണ്. അപ്പോൾ മധുരയിൽ പോകുന്നവർ എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജിഗർദണ്ഡ, അങ്ങനെ ഇത് കോട്ടൺ സീഡിൻ്റെ ആ മിൽക്ക്, അതൊക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.